കോൺഗ്രസ് എസിന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ കൂട്ടത്തോടെയുള്ള ഒരു രാജിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഇവർ ഉന്നയിച്ചിട്ടുള്ളത്. ഏതായാലും ജില്ലാ പ്രസിഡന്റ് ഗോപാലൻ മാസ്റ്റർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം സ്വീകരിക്കാനുള്ള കാരണം? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കമ്മിറ്റി നിലവിൽ വന്നത് 2022-23 കൊല്ലത്തിലാണ്. ഈ സന്ദർഭത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്ഥാന നേതൃത്വം കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് എസ് പ്രവർത്തകരോടും ഭാരവാഹികളോടും തികഞ്ഞ അവഗണനയാണ് കാണിച്ചത്. അത് തുടർന്ന് വരികയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാണ്ട് അസഹനീയമായിരുന്നു. അപ്പോൾ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രക്രിയയും കൂടിയും നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഭാഗത്ത് നിന്ന് വന്നതോടുകൂടി ഞങ്ങളെ വല്ലാതെ അലട്ടി. അങ്ങനെ നേരത്തെ തീരുമാനിച്ചാണ്, ഒരു 5-6 മാസം മുമ്പേ ഞങ്ങൾ തീരുമാനിച്ചൊരു കാര്യമാണ് പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി. പക്ഷേ അത് പിന്നെയും നീണ്ട് വന്നു. ഇപ്പോൾ ഈ സന്ദർഭത്തിൽ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഒരു ജില്ലാ കമ്മിറ്റിയോടും ചെയ്യാതെ അവഗണനയാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയോട് നമ്മുടെ സംസ്ഥാന നേതൃത്വം രാമേന്ദ്രൻ കടന്നപ്പള്ളിയും അതുപോലെ തന്നെ മറ്റ് നേതൃത്വം കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇനി ഈ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള പ്രയാസമുണ്ട്. 26 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എസിന് സീറ്റ് കിട്ടുമോ എന്നുള്ളത് തന്നെ ഒരു വായുവിലുള്ള കാര്യമാണ്. അതിന് ശേഷം എന്താവും ഈ പാർട്ടീൻ്റെ സ്ഥിതി? അതല്ലെങ്കിൽ ഇയാൾ തന്നെ പ്രസിഡൻറ്റും ഇയാൾ തന്നെ മന്ത്രിയും MLA ഒക്കെ ആകുന്ന സമയത്ത് ഒരു വർക്കിംഗ് പ്രസിഡന്റ് പോലും ഇല്ലാത്തൊരവസ്ഥയിൽ അടുത്തത് ആരാണ് ഈ പാർട്ടിയെ നയിക്കുക എന്നുള്ളതാണ് പ്രധാന ചോദ്യം. ഈ പ്രവർത്തനങ്ങളൊന്നും നേതൃത്വം മുഖവിലക്കെടുത്തില്ല എന്നുള്ളതാണ് സത്യം. ശരിക്കും പറഞ്ഞാൽ 66-ൽ KSUവിൻ്റെ കൊടി പിടിച്ചുകൊണ്ട് സംഘടനയിൽ വന്നാണ് ഞാൻ. അതിനുശേഷം KSUവിലും യൂത്ത് കോൺഗ്രസ്സിലുമായിട്ട് കോൺഗ്രസ് അല്ലാതെ മറ്റൊരു സംഘടനയിൽ ഇന്നുവരെ പ്രവർത്തിച്ചിട്ടില്ല, പോയിട്ടുമില്ല. 69-ലെ പിളർപ്പിന് ശേഷം ഇന്ന് കോൺഗ്രസ് പിളർപ്പിന് നേരിട്ടത് 78-ലാണ്. ആ 78-ലെ പിളർപ്പിൽ ഇന്ദിരാഗാന്ധിക്കെതിരായി നിൽക്കേണ്ടി വന്ന സാഹചര്യത്തിൽ JP ഉണ്ണികൃഷ്ണൻ, AK ആൻ്റണി മുതലായവരുടെ നേതൃത്വമാണ് ഞങ്ങൾ അംഗീകരിച്ചത്. സംഘടനയുടെ പക്ഷത്ത് നിന്നാണ്. ഇന്ദിരാഗാന്ധി പാർട്ടി ഉണ്ടാക്കിയിട്ട് പോയ അവസരത്തിൽ ഞങ്ങൾ കോൺഗ്രസ്സുകാരായിട്ട് നിന്നതാണ്. നിങ്ങൾ സംഘടന വിടുന്ന സമയത്ത് ഇനി എങ്ങോട്ട് എന്നുള്ള ചോദ്യമുണ്ട്. അവിടെ ഇപ്പോൾ ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ഇരുന്നിട്ടിപ്പോൾ തീരുമാനിച്ചിട്ട് അങ്ങനെയാണ് ചെയ്യാം. ഏത് പാർട്ടിയിലേക്ക് പോകണം എന്നുള്ള ഏതെങ്കിലും ഒരു സംഘടനയിലേക്ക് പോകാനാണ് തീരുമാനമെങ്കിൽ ഒന്നിച്ചു പോകും. അതല്ല മറ്റെന്തെങ്കിലും ആണെങ്കിൽ ഞങ്ങൾ തീരുമാനം എടുത്തിട്ട് നിങ്ങളെ അറിയിക്കും. ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, കോഴിക്കോട്.